അങ്ങനെ നീണ്ട 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം സന്യാസിനിമാർക്ക് ജാമ്യം ലഭിച്ചു, പുറത്തിറങ്ങി. ജാമ്യം ലഭിച്ചു എന്ന് കരുതി അവർക്ക് നീതി ലഭിച്ചു എന്ന് പറയാനാകുമോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നീതി ലഭിച്ചു എന്ന് പറയണമെങ്കിൽ അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ, അവർക്കെതിരെയുള്ള കേസ് റദ്ദ് ചെയ്യപ്പെടണം. കാരണം അവർക്കെതിരെ ആരോപിക്കപ്പെട്ട 2 കുറ്റങ്ങളും, ഒന്ന് മനുഷ്യക്കടത്ത്, 2 മതപരിവർത്തനം, രണ്ടും ഈ കേസിൽ നിലനിൽക്കുന്നതല്ല. നോക്കൂ, മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ അനധികൃതമായി അഥവാ നിയമവിരുദ്ധമായി മനുഷ്യരെ മറ്റു സ്ഥലങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതിനെയാണ് പറയുന്നത്. അതല്ലാതെ ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നതിന് ഒരിക്കലും മനുഷ്യക്കടത്ത് എന്ന് പറയാനാവുകയില്ല. മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം നടത്തിയതായി യാതൊരു തെളിവുമില്ല. തെളിവില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പരിപാടി ഇവിടെ നടന്നിട്ടേയില്ല.